ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാവയ്ക്ക അച്ചാറാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനായിട്ട് 2 പാവയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. ചെയ്തിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂറിൽ അടച്ച് വെക്കാം. അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം ഇതൊരു പേപ്പറിലേക്ക് ഇതേപോലെ നിരത്തിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയെടുത്തതാണ്. അതിന് ശേഷം ഒരു പാത്രം വെച്ചതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 2 കുടം വെളുത്തുള്ളികളുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി ഇതൊന്ന് ഒരു ലൈറ്റ് കളറാകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്യാസ് നമ്മൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. വെച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഇളക്കി ഒരു 1-2 മിനിറ്റ് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.